കൂടുതൽ വിശേഷങ്ങൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കുന്നതിനായിട്ട് പതിവ് പോലെ ഇൻ-ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് സാറിനെ വെൽക്കം ചെയ്യാം. Good morning, Pradeep sir. Welcome to the show. Morning, Priya. Morning, viewers. US വിപണിയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തപ്പോൾ തന്നെ S&P 500 ആദ്യമായിട്ട് 5500 എന്നൊരു ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇൻട്രാഡേയിൽ 5509.69 എന്നൊരു ഹൈയിലേക്ക് ഉയർന്ന് ആ ഒരു ലെവലിൽ തന്നെയായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. US വിപണിയെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു മുന്നോട്ടേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? സോ പ്രിയ, ഡൗ ജോൺസ് ഇൻഡെക്സിലും ഇന്നലെ നമുക്ക് വീണ്ടും ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. ആൻഡ് അണ്ടർടോൺ പോസിറ്റീവ് ആയി തന്നെ തുടരുന്നുണ്ട്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് 39,500, അതിനെ തുടർന്ന് 39,800, അതിനുശേഷം 40,000 പോയിന്റ്. സോ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ് ഈവൻ ഫോർ ഡൗ ജോൺസ് ഇൻഡെക്സ്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും വീണ്ടും ശക്തമായിട്ടൊരു ക്ലോസ് ആയിരുന്നു നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചത്. വീണ്ടും 20,000 പോയിന്റ് റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. ആൻഡ് നമുക്ക് വീണ്ടും മുന്നേറ്റം നാസ്ഡാക്ക് ഇൻഡെക്സിലും എക്സ്പെക്ട് ചെയ്യാം. അടുത്ത മേജർ റെസിസ്റ്റൻസ് 20,200, അതിനെ തുടർന്ന് 20,500. കമ്മോഡിറ്റി മാർക്കറ്റ്സിൽ ബ്രണ്ട് ക്രൂഡ് നിലവിൽ ഒരു നേട്ടത്തിൽ 0.49% ഒരു നേട്ടത്തിൽ ബാരലിന് 86.66 എന്ന റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത്. ക്രൂഡിൽ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ ക്രൂഡിന്റെ കേസിൽ ഇന്നലെ നമുക്ക് നേരിയ തോതിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിരുന്നു. എങ്കിലും അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ആൻഡ് ബിറ്റ്വീൻ $84 and $85, ഇത് WTI ക്രൂഡിനെ കുറിച്ച് സംസാരിക്കുന്നത്. 84-85 ഇടയിൽ ഒരു നല്ല റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ 81-82 ഇതായിരിക്കും ആദ്യത്തെ ഒരു സപ്പോർട്ട് ഏരിയ. ഗോൾഡിനെ സംബന്ധിച്ച് ട്രൈ ഔൺസിന് 2329 എന്ന റേഞ്ചിലാണ് ഗോൾഡ് മുന്നോട്ട് പോകുന്നത്. ഗോൾഡിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു വ്യൂ എന്താണ്? ഗോൾഡ് വീണ്ടും ഇന്നലെ ഒരു ഫ്ലാറ്റ് ട്രേഡിംഗ് ആയിരുന്നു നമുക്ക് കാണാനിടയായത്. ആൻഡ് സ്വർണത്തിന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 2290, 2290 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമ്മൾ ലോങ് പൊസിഷൻസ് ഒക്കെ തന്നെ ക്ലോസ് ചെയ്യണം. എന്തെന്നാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. നമുക്കൊരു പുതിയ ബൈങ് അവസരം ലഭിക്കണമെങ്കിൽ $2,380 റെസിസ്റ്റൻസിന് മുകളിൽ ഇന്ന് സ്വർണം ക്ലോസ് ചെയ്യണം. ബട്ട് അതിനുള്ള ചാൻസസ് ഇന്ന് വളരെ കുറവായിട്ടാണ് ഇപ്പൊ കാണാൻ സാധിക്കുന്നത്. ആഭ്യന്തര വിപണിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു സർവകാല ഉയരത്തിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ച് സാധിച്ചിരുന്നു. എങ്കിൽ പോലും ക്ലോസിംഗിൽ നോക്കുമ്പോഴും 24,123 എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്യാൻ സാധിച്ചത്. 24,200 മറികടന്നുകൊണ്ട് ഒരു മുന്നേറ്റം നിഫ്റ്റിയിൽ കണ്ടിരുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നത്തെ വിപണിയിൽ സാറിൻ്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? പ്രധാനമായിട്ടും ഇന്ന് വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50ലും അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ഇന്നലെ നമുക്ക് നേരിയൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാനിടയായി. അതെന്തെന്നാൽ 24,250 പോയിന്റ് ഒരു റെസിസ്റ്റൻസ് നിഫ്റ്റി 50ക്ക് ഉണ്ട്. ആൻഡ് ഒരു ഇന്നത്തെ ട്രേഡിംഗ് അല്ലെങ്കിൽ നാളത്തെ ട്രേഡിംഗിൽ 24,300 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ലെവലിൽ നിന്നും വീണ്ടും നമുക്ക് ഓൾമോസ്റ്റ് ഒരു 400-500 പോയിന്റിന്റെ നേട്ടം നിഫ്റ്റി 50യിൽ എക്സ്പെക്ട് ചെയ്യാം. എങ്കിലും നമ്മൾ ഇന്നത്തെ ട്രേഡിംഗിൽ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 23,600 പോയിന്റ്സ്. അതോടൊപ്പം നിഫ്റ്റി ബാങ്കിലേക്ക് വരുമ്പോഴും 400 പോയിന്റിന്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തി. 52,168 എന്ന റേഞ്ചിലാണ് നിഫ്റ്റി ബാങ്ക് വ്യാപാരം അവസാനിപ്പിച്ചത്. HDFC ബാങ്കിങ് സൂചിക വ്യാപാരം അവസാനിപ്പിച്ചത്. HDFC ബാങ്ക് ഒഴിച്ച് മറ്റെല്ലാ ബാങ്കിങ് സ്റ്റോക്കുകളിലും ഒരു സെല്ലിംഗ് പ്രഷർ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്കില് അണ്ടർടോൺ വീണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. പക്ഷെ നമുക്കൊരു പുതിയ ബൈങ് അവസരം നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ലഭിക്കണമെങ്കിൽ 52,850 ലെവൽ 52,850 പോയിന്റ് മുകളിൽ ക്ലോസ് ചെയ്യണം. എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ ട്രേഡിംഗിൽ ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. സപ്പോർട്ടിന് വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഏരിയ 51,150.
അതോടൊപ്പം കഴിഞ്ഞൊരു സെഷനിൽ നിക്ഷേപകരൊക്കെ തന്നെ ഒരുപക്ഷെ അധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സെറ്റ് ഓഫ് സ്റ്റോക്സ് എന്ന് പറയുന്നത് ബ്രോക്കറേജ് സ്റ്റോക്കുകളാണ്. പ്രധാനമായിട്ടും സെബിയുടെ ഭാഗത്ത് നിന്നും ഇപ്പോൾ ഒരു പുതിയൊരു അപ്ഡേഷൻസ്, അതായത് യൂണിഫോം സ്ട്രക്ചർ ഫീ സ്ട്രക്ചറിൽ ഒരു യൂണിഫോം സ്ട്രക്ചർ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ നമുക്ക് ഈ ഒരു ബ്രോക്കിംഗ് ഫേം സ്റ്റോക്കുകളിലൊക്കെ തന്നെ ഒരു സെല്ലിംഗ് പ്രഷർ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിനാൽ തന്നെ ഇന്നിപ്പോൾ ആ ഒരു ബ്രോക്കിംഗ് ഫേംസ് അല്ലെങ്കിൽ ബ്രോക്കിംഗ് സ്റ്റോക്കുകളെ കുറിച്ച് തന്നെയാണ് ഞാനിപ്പോൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ആദ്യം നമുക്ക് ഏഞ്ചൽ വണ്ണ് വെച്ച് തന്നെ തുടങ്ങാം. ഏഞ്ചൽ വണ്ണിനെ സംബന്ധിച്ച് കഴിഞ്ഞൊരു സെഷനിൽ 8% ഒരു ഇടിവ്, കഴിഞ്ഞൊരു ഇൻട്രാഡേയിൽ 10% ഇടിയുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. 2357 എന്ന റേഞ്ചിലാണ് അവസാന നിമിഷത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. ഈ ഒരു സ്റ്റോക്കിലുള്ള സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? അതോടൊപ്പം തന്നെ മറ്റ് ബ്രോക്കിംഗ് സ്റ്റോക്കുകളിലും സാറിൻ്റെ മുന്നോട്ടേക്കുള്ള ഒരു വ്യൂ എന്താണ്? ഈ ബ്രോക്കിംഗ് സ്റ്റോക്കുകളിൽ ഏതെങ്കിലും നമുക്ക് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? നമ്മൾ ഏഞ്ചൽ വണ്ണിന്റെ സ്പെസിഫിക് കേസ് നോക്കുമ്പോഴേക്കും ജനുവരി 15 ആയിരുന്നു ഇതിന്റെ ഒരു സർവകാല റെക്കോർഡ് കാണാൻ സാധിക്കുന്നത് 3895. സോ ജനുവരി മാസത്തിന് ശേഷം തന്നെ ഏഞ്ചൽ വണ്ണിന്റെ കേസിൽ നമുക്ക് ഒത്തിരി സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് ഇന്നലത്തെ ട്രേഡിങ്ങിനെ തുടർന്ന് ആ ബെയറിഷ്നെസ്സിന് കുറെ കൂടെ ശക്തി പ്രാപിച്ചു എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ക്ലോസ് ദ ലോങ് പൊസിഷൻ. പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരവും കാണാൻ സാധിക്കുന്നില്ല. 2100 രൂപയിൽ ഏഞ്ചൽ വണ്ണിന്റെ മേജർ സപ്പോർട്ട് കാണുന്നത്. ആൻഡ് 3000 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് വീണ്ടും ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കത്തുള്ളൂ. ജിയോജിത്തിന്റെ കേസ് എടുക്കുമ്പോഴേക്കും അണ്ടർടോൺ ബുള്ളിഷ് ആണെങ്കിൽ പോലും ജിയോജിത്തിന്റെ കേസിൽ ഒരു വീക്ക്നെസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ലോങ് പൊസിഷൻസ് ക്ലോസ് ചെയ്യുക. ജിയോജിത്തിന്റെ കേസിൽ മേജർ സപ്പോർട്ട് ഏരിയ 78 രൂപയായിരിക്കും. ദർ എ ഗുഡ് ചാൻസ് ദാറ്റ് ആ 78ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. സാർ, ജിയോജിത്തിനെ കുറിച്ച് മെൻഷൻ ചെയ്തു, ഏഞ്ചൽ വണ്ണിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതോടൊപ്പം തന്നെ മോത്തിലാൽ ഒസ്വാളിന്റെ കാര്യം കൂടി ചോദിക്കുകയാണ്. കഴിഞ്ഞൊരു സെഷനിൽ 3% നഷ്ടത്തിൽ 568 എന്ന റേഞ്ചിലായിരുന്നു മോത്തിലാൽ ഒസ്വാളിന്റെ ഓഹരികൾ വ്യാപാരം അവസാനിപ്പിച്ചത്. മോത്തിലാൽ ഒസ്വാളിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു വ്യൂ എന്താണ്? സോ മോട്ടിലാലിന്റെ കേസ് സിമിലർ ടു ജിയോജെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർടോൺ ഇന്നലെ കഴിഞ്ഞ ആഴ്ച വരെ ബുള്ളിഷ് തന്നെ ആയിരുന്നു. ബട്ട് കഴിഞ്ഞ ഒരു 5-8 സെഷൻസിൽ നമുക്ക് സെല്ലിംഗ് പ്രഷർ മോട്ടിലാലിനും കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഏറ്റവും നല്ലൊരു അഡ്വൈസ് എന്ന് പറയുന്നത് ലോങ് പൊസിഷൻസ് ക്ലോസ് ചെയ്യുന്നത് തന്നെയായിരിക്കും. ബിക്കോസ് ഇപ്പോൾ ഒരു ബ്രോക്കിംഗ് ഇൻഡസ്ട്രിയിൽ ഒത്തിരി അൺസർട്ടനിറ്റി വന്നതിനെ തുടർന്ന് ദർസ് എ ഹൈ പോസിബിലിറ്റി ഈ ഒരു സ്റ്റോക്കിലും സെല്ലിംഗ് പ്രഷർ വരുമെന്ന്. 479 രൂപ ഇസ് എ മേജർ സപ്പോർട്ട് ഏരിയ. അതിനുശേഷം 400 രൂപയായിരിക്കും അടുത്ത മേജർ സപ്പോർട്ട് ഏരിയ. പുതിയ ലോ റിസ്ക് ആയിട്ട് ഒരു പുതിയ ബൈയിങ് അവസരം ഈ സ്റ്റോക്കിലും കാണാൻ സാധിക്കുന്നില്ല. ബ്രോക്കിംഗ് സ്റ്റോക്കുകളോടൊപ്പം തന്നെ മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഹരികളും, അതായത് BSEയിലും ഒക്കെ തന്നെ ഒരു സെല്ലിംഗ് പ്രഷർ വന്നിട്ടുണ്ടായിരുന്നു. അത് BSEയുടെ പെർഫോമൻസ് കഴിഞ്ഞ ദിവസം വിലയിരുത്തുന്ന സമയത്ത് 3% നഷ്ടത്തിൽ 2489 എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. BSEയെ സംബന്ധിച്ച് സാറിന്റെ ഒരു വ്യൂ എന്താണ്? BSEയുടെ കേസിൽ സർവകാല റെക്കോർഡ് നമുക്ക് ഏപ്രിലായിരുന്നു കാണാൻ സാധിച്ചത് 3266 രൂപയിൽ. അതിനുശേഷം BSE ഒരു സൈഡ് വേസ് ട്രെൻഡാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അണ്ടർടോൺ ഒരു അല്പം വീക്ക്നെസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2300 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം. ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം ഈ സ്റ്റോക്കിലും കാണാൻ സാധിക്കുന്നില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ CDSLന്റെ കേസ് എടുക്കുമ്പോഴേക്കും സ്റ്റോറീസ് വളരെ വ്യത്യാസമാണ്. കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിങ്ങിൽ പെട്ടെന്ന് ഈ ഒരു സ്റ്റോക്കിൽ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിരുന്നു. അതിനെ തുടർന്ന് ഇന്നലത്തെ ട്രേഡിങ്ങിൽ നമുക്കൊരു കറക്ഷൻ കാണാൻ സാധിച്ചു. നമുക്ക് ഈ സ്റ്റോക്കിൽ ശ്രദ്ധിച്ചിരിക്കാവുന്ന ഒരു സപ്പോർട്ട് ഏരിയ 2100 to 2200. ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു പുതിയ ബൈയിങ് അവസരം ലഭിക്കും. യെസ്, CDSLനെ കുറിച്ചും കൂടി സാർ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് പ്രേക്ഷകരുടെ ക്വറീസ് ഒക്കെ തന്നെ അഡ്രസ്സ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതിൽ ഒരു പ്രേക്ഷകൻ ആദ്യമായിട്ട് രഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് HFCLുമായി ബന്ധപ്പെട്ട സാറിൻ്റെ വ്യൂ ആണ്. HFCLനെ സംബന്ധിച്ച് സാറിൻ്റെ വ്യൂ എന്താണ്?
സോ HSSCL അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ ഒരു 5-8 സെഷൻസിൽ ഈ സ്റ്റോക്കിൽ നല്ലൊരു ഹെൽത്തി കറക്ഷനും നടന്നു വരുന്നുണ്ട്. നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു പുതിയ ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 119 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. ആ ട്രിഗറിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു ട്രിഗർ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 106 രൂപയിൽ. മറ്റൊരു പ്രേക്ഷകൻ NMDC ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സെഷനിൽ 2% നഷ്ടത്തിൽ 244 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. NMDC ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ ലിറ്റിൽ ബിറ്റ് ബെയറിഷ്, ഒരു സൈഡ് വേസ് പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. 262 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. കൈവശ ഓൾറെഡി ലോങ് പോർഷൻ ഉണ്ടെങ്കിൽ 218 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു പ്രേക്ഷകൻ TVS ഹോൾഡിംഗ്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ 1% ഒരു ഇടിവിൽ 14,021 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. TVS ഹോൾഡിംഗ്സ് അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടത് ഒരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് മാത്രം. സ്റ്റോക്ക് ഇന്നലെ കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗിൽ ആക്ച്വലി ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ വരെ എത്തിയിരുന്നു. ഈ സ്റ്റോക്കില് ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ആദ്യത്തെ ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 12,800 rupees. കൈവശം ഓൾറെഡി ലോങ് പോർഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ചിരിക്കാം. അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് ഏരിയ 14,950, അതിനുശേഷം 15,400 ലെവൽ. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. മറ്റൊരു പ്രേക്ഷകൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ 2%-ലധികം നഷ്ടത്തിൽ 118 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. ബാങ്ക് ഓഫ് ഇന്ത്യ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ബൈയിങ് ട്രിഗറും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പോർഷൻ ഉണ്ടെങ്കിൽ ബെറ്റർ ബി വെരി വെരി കെയർഫുൾ. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 108 രൂപയിൽ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ തിരിച്ചൊരു ബുള്ളിഷ്നെസ് കണ്ടു തുടങ്ങണമെങ്കിൽ 132 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. മറ്റൊരു പ്രേക്ഷകൻ HPL ഇലക്ട്രിക് ആൻഡ് പവർ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ 444 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. HPL is a small cap stock. അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ ആദ്യത്തെ ഒരു മേജർ സപ്പോർട്ട് ഏരിയ 418. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. സ്റ്റോക്കിൽ നമുക്ക് പുതിയൊരു ബൈയിങ് അവസരം ലഭിക്കണമെങ്കിൽ 460 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് REC ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. REC ലിമിറ്റഡ് കഴിഞ്ഞ സെഷനിൽ 2% നഷ്ടത്തിൽ 539 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. RECയുടെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ബട്ട് നമ്മളൊരു ഷോർട്ട് ടേമിൽ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. ആ ഒരു ഷോർട്ട് പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ 495. അവിടെ ആയിരിക്കണം നമ്മളൊരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പുതിയൊരു ബൈയിങ് അവസരം ലഭിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 560 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. ഒരു പ്രേക്ഷകൻ ഐനോക്സ് വിൻഡ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. 0.44% നേട്ടത്തിൽ 144 രൂപയിലാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത്. ഐനോക്സിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നോക്കുമ്പോഴേക്കും രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു പുതിയ ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 160 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് സൊനാട്ട സോഫ്റ്റ്വെയർ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 1% നേട്ടത്തിൽ 630 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സൊനാട്ട സോഫ്റ്റ്വെയർ ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി തുടരുന്നു. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്. ബട്ട് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ നമ്മൾ കഴിഞ്ഞ ഒരു 10 സെഷൻസിൽ നമുക്ക് സോഫ്റ്റ്വെയർ സ്റ്റോക്സിലൊക്കെ തന്നെ നല്ല റിക്കവറി കാണാൻ സാധിക്കുന്നുണ്ട്. സോ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഈവൻ ലോങ് ടേം ട്രെൻഡ് ഇൻ സൊനാട്ട ബുള്ളിഷായി മാറുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക.
സ്റ്റോക്കിൽ ശ്രദ്ധിച്ചിരിക്കാവുന്ന 2-3 റെസിസ്റ്റൻസ് ലെവൽ. ആദ്യത്തെ 655, അതിനെ തുടർന്ന് 680, അതിനെ തുടർന്ന് 690. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് CSB ബാങ്ക് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 1.5% നേട്ടത്തിൽ 381 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. CSB ബാങ്ക് കഴിഞ്ഞ 4-5 സെഷൻസിൽ നമുക്ക് നല്ല നേട്ടം നൽകിയിട്ടുണ്ട്. ബട്ട് ഇന്നലെ ഒരു ഹെവി സെല്ലിംഗ് പ്രഷറായിരുന്നു ഈ സ്റ്റോക്ക് നേരിട്ടിരിക്കുന്നത്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ട് 376 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യാം. ഈ സ്റ്റോക്കിൽ തിരിച്ചൊരു നല്ല ബൈയിങ് മൊമെന്റം വരണമെങ്കിൽ 405 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. നമുക്ക് ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു ട്രേഡിംഗ് റേഞ്ച് വിൽ ബി ബിറ്റ്വീൻ 376 and 400 rupees. മറ്റൊരു പ്രേക്ഷകൻ ഇസാഫ് ബാങ്കുമായി, സ്മോൾ ഫിനാൻസ് ബാങ്കുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ 0.5%-ലധികം ഇടിവിൽ 52 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. ഇസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ടു ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് നല്ലൊരു സപ്പോർട്ട് ഏരിയ 51 രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദറ്റ് ലോങ് പൊസിഷൻ. 55 രൂപ 25 പൈസ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ടാറ്റ മോട്ടോഴ്സുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിൽ 2% ഒരു ഇടിവിൽ 982 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. ടാറ്റ മോട്ടോഴ്സ് ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്, ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ബട്ട് ഒരു സ്റ്റോപ്പ് ലോസ് 945 രൂപയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിൽ ശക്തമായിട്ട് നമുക്ക് ഒരു മുന്നേറ്റം കാണണമെങ്കിൽ 1012 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. മറ്റൊരു പ്രേക്ഷകൻ മണാലി പെട്രോ കെമിക്കൽസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചത്. കഴിഞ്ഞ സെഷനിൽ 1% നേട്ടത്തിൽ 95 രൂപ 50 പൈസ റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. So Manali Petro undertone continues to be bullish. Short term and long term trend രണ്ടും bullish ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിന് 98 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 103-ഉം അതിനുശേഷം 108 രൂപയിലും ആയിരിക്കും. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 90 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു പ്രേക്ഷകൻ IOCയുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ചോദിച്ചിട്ടുണ്ട്. IOC ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു സ്റ്റോപ്പ് ലോസ് 160 രൂപയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിൽ അഗെയിൻ ശക്തമായിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണണമെങ്കിൽ 173 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് കൊട്ടക് ബാങ്കുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കൊട്ടക് ബാങ്ക് കഴിഞ്ഞ സെഷനിൽ 2% ഒരു ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. കോട്ടക് ബാങ്കിന്റെ അണ്ടർടോൺ സൈഡ് വേസ് ടു ബുള്ളിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്ക് ജൂൺ 4-ാം തീയതിക്ക് ശേഷം നല്ലൊരു മുന്നേറ്റമായിരുന്നു നമുക്ക് നൽകിയത്. ബട്ട് കഴിഞ്ഞ 3 സെഷൻസിൽ ഈ സ്റ്റോക്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1690 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇന്നത്തെ ട്രേഡിംഗ് അല്ലെങ്കിൽ ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് പുതിയൊരു ലോ റിസ്ക് ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കുമെന്ന്. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് മോസ്റ്റിപ്പ് ടെക്നോളജീസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 1.5%-ലധികം നഷ്ടത്തിൽ 275 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. MOS ചിപ്പ് NSEയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇറ്റ്സ് ലിസ്റ്റഡ് ഓൺലി ഓൺ ദ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ആൻഡ് ഈ സ്റ്റോക്ക് നോക്കുമ്പോഴേക്കും ജൂൺ 1-ാം തീയതിക്ക് ശേഷം നമുക്ക് വലിയൊരു മുന്നേറ്റമായി സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബോത്ത് ആർ ബുള്ളിഷ്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 255 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയൊരു ബൈയിങ് ട്രിഗർ നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 288 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. മായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 3% നേട്ടത്തിൽ 519 രൂപയിലാണ് ക്ലോസ് ചെയ്തത്.
പ്രിയ, സ്റ്റോക്കിന്റെ പേര് ഒരിക്കൽ കൂടെ പറയാവോ? സർ, എക്സികോം ടെലി സിസ്റ്റംസ്, സ്പെല്ല് ചെയ്യുകയാണെങ്കിൽ EXICOM സിസ്റ്റംസ് ലിമിറ്റഡ്. എക്സികോം സിസ്റ്റംസ് അടുത്ത കാലത്തായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. മാർച്ച് മാസത്തിൽ അറൗണ്ട് 170 രൂപയ്ക്ക് അടുത്ത് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ശക്തമായ ഒരു മുന്നേറ്റമായി ഈ സ്റ്റോക്ക് നമുക്ക് നൽകിയിരിക്കുന്നത്. അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇൻഫാക്ട് ഇന്നലത്തെ ട്രേഡിംഗിൽ ഇതൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിലായിരുന്നു ക്ലോസ് ചെയ്യപ്പെട്ടത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. ഒരു സ്റ്റോപ്പ് ലോസ് 490 രൂപയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. ഒരു പ്രേക്ഷകൻ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സിലുള്ള വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ 1.5% നേട്ടത്തിൽ 1110 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. ടാറ്റ കൺസ്യൂമർ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഈ സ്റ്റോക്കിൽ ഫോം ചെയ്തു വരുന്നുണ്ട്. കറന്റ് ലെവൽസിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 1058 രൂപയിൽ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് 1160, അതിനെ തുടർന്ന് 1200, അതിന് ശേഷം 1280. ഒരു പ്രേക്ഷകൻ സംവർദ്ധന മദേഴ്സിന്റെ വ്യൂ, സംവർദ്ധന മദേഴ്സൺ ഇന്റർനാഷണൽ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ 3% നേട്ടത്തിൽ 203 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ സംവർദ്ധന മദേഴ്സൺ ഇന്റർനാഷണൽ അണ്ടർടോൺ വളരെ വളരെ ബുള്ളിഷായി തുടരുന്നു. ഇൻഫാക്ട് ഇന്നലത്തെ ട്രേഡിംഗിൽ ഇതൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിലായിരുന്നു ക്ലോസ് ചെയ്തത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. പുതിയ ലോങ് പൊസിഷൻസ് ഈ ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 210, അതിനെ തുടർന്ന് 220, 235. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ് ലോസ് ലെവൽ 185. ഒരു പ്രേക്ഷകൻ കിറ്റെക്സ് ഗാർമെന്റ്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ സെഷനിൽ 213 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. കിറ്റെക്സ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. 195 രൂപയിൽ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു മുന്നേറ്റം കാണണമെങ്കിൽ 225 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ലാർസൻ ആൻഡ് ട്യൂബ്രോ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 2% നേട്ടത്തിൽ 3623 രൂപ റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ജനുവരി മാസത്തിന് ശേഷം LNT ഒരു സൈഡ് വേസ് പാറ്റേൺ ആണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഇന്നലെ ആയിരുന്നു ഒത്തിരി സെഷൻസിന് ശേഷം നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. ഈ സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ലോങ് പൊസിഷൻ അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ 3380 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 3700, അതിനെ തുടർന്ന് 3800, അതിനുശേഷം 3950.